റോയിലേക്കുള്ള വരവ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് ചെയ്യാനിരിക്കുന്നത്. എങ്കിലും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? കാര്യം പുതിയൊരു ആദ്യം പോയപ്പോൾ എനിക്ക് പിടിച്ചില്ല. ഇവിടെ ബോംബെയിൽ എന്താണ് പറഞ്ഞാൽ പോലീസ് ഇതിൽ 24 ഐ ലൈക്ക് ലോട്ട് ഓഫ് ആക്ടിവിറ്റി. ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് എസ്പെഷ്യലി ശരിക്കും 24 hours ഇതായിരുന്നു. ലോട്ട് ഓഫ് വർക്ക്, ലോട്ട് ഓഫ് പ്രോബ്ലം സോൾവിങ് ഒക്കെ. അവിടെ പോയപ്പോൾ എല്ലാവരും ഒരു തണുപ്പ്. അങ്ങനൊരു രാവിലെ വന്ന ഞാൻ പോയപ്പോൾ എന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അറ്റാച്ച് ചെയ്തു. അവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് എ ഫീൽ ഓഫ് എ പ്രോബ്ലം സോൾവിങ്. ഇറ്റ്സ് ഓൾവേസ് ലോങ് ടേം. പാകിസ്ഥാനെ പറ്റി പഠിക്കുക, ചൈനയെ പറ്റി പഠിക്കുക, ദെൻ സൗത്ത് ഈസ്റ്റ് പഠിക്കുക. മോർ ഓഫ് എ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കണ മാതിരിയായിരുന്നു. അവിടെ ഐ ഡിഡ്ന്റ് നോ ദാറ്റ് റോ ഹാസ് ഗോട്ട് എൻ ഓപ്പറേഷണൽ വിങ്. അത് ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല. That there is a something like that, almost even much more active than the police. അതൊന്നും അറിഞ്ഞിരുന്നില്ല. ആദ്യം പോയപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പോയി റീഡിംഗ് റൂമിലിരുത്തി വായിക്കണം, പഴയ ഫയലിൽ വായിക്കുക. അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രം എന്താണ്, അവിടെ പ്രോബ്ലം എന്താണ്, അതേമാതിരി ചൈനയിലത്തെ ചരിത്രം എന്താണ്, ശ്രീലങ്കയിലത്തെ എന്താണ്. അങ്ങനെ എനിക്ക് പിടിച്ചില്ല. ശരിക്കും കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനു വന്ന. പിന്നെ ആരും അറിയില്ല എവിടെ പോണത്, എന്താ ചെയ്യുന്നത്, ഒന്നും ആർക്കും അറിയില്ല. ഫാമിലിയോടും പറയാൻ പറ്റില്ല. പക്ഷേ ആദ്യത്തെ ഇതൊന്നും ഇറ്റ് വാസ് നോട്ട് ദാറ്റ് മച്ച് ഓഫ് എ പ്രോബ്ലം. ദെൻ ദേ പോസ്റ്റഡ് മീ ബാക്ക് ടു ബോംബെ. ബോംബെയിൽ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇവിടെ നല്ലോണം എല്ലാവരും അറിയില്ലോ. കാരണം വി നീഡ് സർട്ടൺ സ്പെഷ്യൽ വർക്ക് ടു ബി ഡൺ ത്രൂ റോ. അതെന്താ ചെയ്യേണ്ടത് അത്. പക്ഷേ യു ഷുഡൻറ്റ് ബി അത് സ്പെഷ്യൽ ബ്രാഞ്ച് ആയിരിക്കുമ്പോൾ എല്ലാ ഡെയിലിയും ന്യൂസ് പേപ്പർക്കാർ വിളിക്കും എന്താണ് നടക്കുന്നത്. എവറി ഡേ ദേ വിൽ കം ആൻഡ് സീ മീ. എനിക്ക് ഐ യൂസ് ടു ഹാവ് അബൌട്ട് 70 വിസിറ്റേഴ്സ് എ ഡേ സ്പെഷ്യൽ ബ്രാഞ്ച് ആയിരിക്കുമ്പോൾ. ആൻഡ് എല്ലാവരുടെയും ഇത് ആരും വന്ന് കാണില്ല. നമ്മളെന്താ ചെയ്യണത്? പക്ഷേ ഇറ്റ് ഇസ് ഹോൾ തിങ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഒരു ബോംബെയിൽ വന്നിട്ട് എന്താ ചെയ്യണത്? ബോംബെയിൽ വാട്ട് ദേ കോൾ അവർ ഫോറിൻ ഓപ്പറേഷൻസിൻ്റെ സപ്പോർട്ട് സർവീസസ്, ഒരുപാട് സപ്പോർട്ട് സർവീസസ്, അതൊക്കെ ഗ്രാജുവലായിട്ട് പഠിച്ചു. പിന്നെ ഫോറിൻ ഇൻ്റലിജൻസിൻ്റെ ട്രെയിനിങ്, അത് എങ്ങനെ ഫോറിൻ ഇൻ്റലിജൻസ്, ഹൗ ഡു എക്സ്ട്രാക്ട് ഇൻ്റലിജൻസ്, അങ്ങനെ പിന്നെ ഹൗ ഡു അസസ് ഇറ്റ്. ദാറ്റ് ഈസ് വെരി വെരി കോംപ്ലിക്കേറ്റഡ്. ബിക്കോസ് നമ്മൾക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു ശിവസേന നാളെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാണ്, വല്ലതും എന്തെങ്കിലും തമ്മാടിത്തരം പോയിട്ട് കട്ട് ചെയ്യുക, റോഡ് ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം. ബിക്കോസ് വി ക്യാൻ സെൻഡ് സംബഡി ടു ഫൈൻഡ് ഔട്ട്. ഇതിപ്പോൾ പാകിസ്ഥാനിലാണ് നടക്കുന്നത്, നമ്മൾക്ക് എങ്ങനെയാണ് അറിയാം? യു കാണ്ട്. സോ ഈ സ്പൈസിന് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുക, അവരെങ്ങനെയാണ് അയക്കുക, എങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ, എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കുക ഇവിടെ. അത് ദാറ്റ് മെയ്ഡ് മീ, ദി മോർ ഐ വെൻറ്റ് ഇൻ ടു ദാറ്റ്, then I started liking that. Because another thing is that there is a mixture of academics, കാരണം ബാക്ക്ഗ്രൗണ്ട് ഒരു കൺട്രിയുടെ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ എവിടെയാണ് അത് that became very interesting. And one important thing was അന്നത്തെ കാലത്ത് what happened when I joined in 1976. ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും മിസ്സസ് ഗാന്ധി പോയി. പിന്നെ മൊറാർജി ദേശായിൻ്റെ ഇത് വന്നു. അന്ന് മൊറാർജി ദേശായി പറഞ്ഞു ഇത് റോ മിസ്സസ് ഗാന്ധിയുടെ പ്രൈവറ്റ് പോലീസാണ്, ഞങ്ങളുടെ പേരിൽ വാച്ച് ചെയ്യാൻ, അപ്പോൾ അതിനെ കട്ട് ചെയ്യണം. ആ സമയത്ത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനിലും അതേമാതിരി ഷാ ഇറാൻ പോയി. അവരൊരു വളരെ ഒരു ബിഗ് വെരി പവർഫുൾ ഘട്ടം. ഷാ ഇറാൻ വാസ് എ ഡിക്റ്റേറ്റർ. അവരുടെ സവാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ദേ ഷുഡ് ഡു എ ലോട്ട് ഓഫ് അട്രോസിറ്റി. അപ്പോൾ എല്ലാവരും പറയും ഈ റോയും ചെയ്യുന്നത് ഞങ്ങളെ അട്രോസിറ്റിയാണ്. ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞു എന്നെ റോ ആണ് അറസ്റ്റ് ചെയ്തത്. ആക്ച്വലി റോ വാസ് നോട്ട് ഇൻവോൾവ് അറ്റ് ഓൾ. പക്ഷേ
നമുക്ക് ഇതിനൊരു സീക്രട്ട് ഓർഗനൈസേഷനാണ്, ആരെയും ഒന്നും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്നെ എഗൻസ്റ്റ് ചെയ്യാണ്, അങ്ങനെയൊക്കെയാണ് അവർ. മൊറാർജി ഓൾസോ ഫെൽ ദാറ്റ് വേ. അപ്പോൾ ഇറ്റ് വാസ് വെരി ടെൻസ് സിറ്റുവേഷൻ. ആ സമയത്ത് ഈ പാകിസ്ഥാൻ്റെ ക്ലാൻഡസ്റ്റൈൻ ന്യൂക്ലിയർ പ്രൊജക്റ്റ്, അതിൽ ഐ വാസ് നോട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ലോയല കോളേജിൽ പഠിക്കുമ്പോൾ. ഞാൻ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അവൻ സയൻസ് ആയിരുന്നു, സന്താനം എന്ന് പറഞ്ഞിട്ട്. അവൻ മരിച്ചുപോയി. ഹി വാസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഹീ ഈസ് എ മാൻ ഹൂ ഡിറ്റക്റ്റഡ് ഇറ്റ്. അപ്പോൾ ദെൻ യൂസ് ടു ഗോ ടു ബോംബെ ടു മീറ്റ് അറ്റോമിക് എനർജി പീപ്പിൾ ടു ടെൽ ദം ഇങ്ങനെ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ. അപ്പോൾ ഐ യൂസ് ടു ബി ഇൻവോൾവ് ഇൻ ദാറ്റ്. ആൻഡ് വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് അന്ന് നമ്മൾ 1974 പോഖ്റാൻ, അന്ന് ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്നു. നമ്മുടെ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് ഉണ്ടായില്ലേ പോഖ്റാനിൽ. അത് കഴിഞ്ഞപ്പോൾ മിസ് ഗാന്ധി പറഞ്ഞു യു ഹവ് ടു ഗിവ് പ്രൊട്ടക്ഷൻ ടു ഡോക്ടർ സേഠ്ന ആൻഡ് ഡോക്ടർ രാമണ്ണ. ദാറ്റ് വാസ് കൺവേഡ് ടു മീ. സോ ഐ വാസ് ദി വൺ ടു ഗോ ആൻഡ് മീറ്റ് ഡോക്ടർ സേഠ്ന. എൻ്റെ ഇങ്ങനെ അയാൾ പറഞ്ഞു നോ ഐ ഡോണ്ട് വാണ്ട് എനി പ്രൊട്ടക്ഷൻ, യു ഫെലോസ്, why should anybody hang around? And he went on saying, you fellows will spy on me and tell my wife. വെറുതെ ഒരു അന്നയാളുടെ തമാശ പറഞ്ഞിട്ട്. ദെൻ സോ ഐ ന്യൂ ഡോക്ടർ സെറ്റ്ന വെരി വെൽ. അന്ന് വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് ഞങ്ങൾക്ക് വെൻ സന്താനം ഗോട്ട് ദിസ് ഇൻഫർമേഷൻ അബൌട്ട് കഹൂട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ they wanted to go and meet Dr. Sethna. Fortunately, Dr. Sethna was also very close to Morarji Desai, who was Prime Minister. കാരണം മൊറാർജി ദേശായി ബോംബെയിലായിരുന്നല്ലോ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ പക്ഷേ ഇവർക്ക് നമ്മുടെ ടോപ്പ് സീനിയർ ഓഫീസറിൻ്റെ ഒരു പേടി ഡോക്ടർ സെറ്റിനെ പോയി കാണാൻ. കുറച്ചുകൂടെ എക്സെൻട്രിക് ആണ് അങ്ങനെ. അപ്പോൾ ഞാനായിരുന്നു ക്ലോസ്. അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോയി. പറഞ്ഞു no, I don't think Pakistan can do it. Pakistan cannot do it. പറഞ്ഞു. But we went on keeping the dialogue. ഇതേ സേഠ്ന 1982 അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് he told me. He used to meet me in Delhi all the time. മരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് എന്നെ. And he said, look, I was wrong, you people were right. അപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫേസായി. ഇങ്ങനത്തെയാണ് നമ്മൾക്ക് ബാക്കി എല്ലാവർക്കും അറിയാത്തത് നമ്മൾക്കറിയാം. ആൻഡ് ദാറ്റ് ടു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അഫക്റ്റിംഗ് ദി നാഷണൽ സെക്യൂരിറ്റി. ഇതാണ്. സോ ഐ ലൈക്ക് ദി റോ ഇങ്ങനെ ചെറുത് ഓൾ ദീസ് തിങ്. പിന്നെ ഓൾസോ വി ഹാവ് സം അതർ മീൻസ് ഓഫ് നോയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ലൈക്ക് മോണിറ്ററിങ് ആൻഡ് ഓൾ ദാറ്റ്. അതൊക്കെ ചെയ്തപ്പോൾ ദെൻ ഐ സെറ്റിൽ ഡൗൺ. ഐ ലൈക്ക് ഇറ്റ്. പക്ഷേ മൈ ഇനീഷ്യൽ ഇംപ്രഷൻ വാസ് ഡിസപ്പോയിൻമെൻറ്റ്. ഒന്നുമില്ല, ഇവരിങ്ങനെ വായിൽ നോക്കിയിട്ട് ഇങ്ങനെ നോക്കണു, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും, അങ്ങനെയൊക്കെ. ഇപ്പം ഇതൊരു ലോങ് ഹോളിഡേ. ഐ ഡിഡ്ന്റ് വാണ്ട് എ ലോങ് ഹോളിഡേ. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എ ലോങ് ഹോളിഡേ. ദി സീക്രസി ഹാസ് ഇറ്റ്സ് ഓൺ ടെൻഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ, സപ്പോസിങ് യു സെൻഡ് എ സ്പൈ അക്രോസ്, യു ആർ വെരി ടെൻസ്. അവനെ പിടിക്കുകയോ അവനെ കൊല്ലുകയോ ഓർ ഹി വിൽ സംടൈംസ് ദേ ടേൺ റോഗ് ഓൾസോ. ചിലപ്പോൾ നമ്മൾ സെൻഡ് എ സ്പൈ അക്രോസ് ദി ബോർഡർ, ഒരുപാട് പണം കൊടുത്ത് അവനെ ട്രെയിൻ ചെയ്തിട്ട് അവിടെ പോയി മതം മാറ്റും, ചിലപ്പോൾ അങ്ങനെയൊക്കെ അയക്കും. അവനങ്ങോട്ട് ഇൻ സം കേസസ് അവൻ സുഖമായിട്ട് അവിടെ ലോക്കൽ സ്ത്രീൻ്റെ മാരേജ് അവിടെ കിടക്കുകയാണ്. നമ്മളെ റൂട്ട്സിനൊക്കെ മറക്കും. ദിസ് ഇസ് വാട്ട് ഐ കോൾ ടേണിങ് റോഗ്. അതുണ്ട് ചിലപ്പോൾ അങ്ങനത്തെ ഡിസപ്പോയിൻമെൻറ്റ്. തന്നെ എല്ലാവരും പറയും, നീ എന്തിനാ ഇവനെ വിളിച്ചു, എന്തിനാ ട്രെയിൻ ചെയ്ത്, ഒക്കെ മോശമായി അങ്ങനെ. സോ ദീസ് ആർ ദി പ്രോബ്ലംസ് ഓഫ് സീക്രസി.